ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കുറച്ച് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ് കണ്ടാലോ. അപ്പോൾ കുറച്ച് ബുക്സ് കവർ ചെയ്യണ്ടായി, അതാണ് നിങ്ങളിപ്പോൾ ആക്കേണ്ടത്. പിന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബാഗാണ് ഈ വർഷം ഉപയോഗിക്കുന്നത്, അത് കാരണം കഴുകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കൂളും മെയ് 16-ാം തീയതി തുടങ്ങിയിട്ട് മെയ് 22-ാം തീയതി അടച്ച്, ഇനി ജൂണായിരിക്കും വീണ്ടും തുറക്കണം എല്ലാവരും പോലെ. അപ്പോൾ എനിക്ക് അന്നത്തേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സാണ് ഇങ്ങനത്തെ പിന്നെ അങ്ങനത്തെ. ഇതെൻ്റെ അല്ല, ഇത് തനീഷയുടെ ബുക്സാണ്. എൻ്റെ ബുക്സ് ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്, ഞാൻ തുറക്കണം. പിന്നെ എനിക്ക് ഈ വർഷം ഞാൻ 9th ആയ കാരണം തന്നെ റെക്കോർഡ് എഴുതാനുണ്ട്. അപ്പോൾ ആ കണ്ണൻ്റെ റെക്കോർഡ് ബുക്കാണ്. പിന്നെ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ തനീഷയ്ക്ക് ഞാൻ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് ആ കാണുന്നത്. ഇതെൻ്റെ വാട്ടർ ബോട്ടിലും പിന്നെ ഈ സ്റ്റിക്കറും വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ കാണുന്ന കീ ചെയിനാണ് കേട്ടോ. ഇത് ഇവാൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്, കാണാതെ പോയതാണ് കേട്ടോ. പിന്നെ എൻ്റെ പൗച്ച് എന്ന് പറയുമ്പോൾ ഇതാണ്. ആ കീ ചെയിൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ. പിന്നെ ഇത് 2 ഗ്ലൂ ഞാൻ വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഇത് ഒരു കട്ടറാണ് കേട്ടോ, പേപ്പർ കട്ടറാണ് വാങ്ങിച്ചത്. അതിനകത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പൗച്ചിൻ്റെ അകത്ത് ഒരു 2 ഹൈലൈറ്ററും പിന്നെ കുറച്ച് പെന്നും ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ആ ബ്ലൂ പെന്നാണ്, ഡാർക്ക് ബ്ലൂ പെന്നാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ നല്ല സോഫ്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് വെച്ചാൽ അതാണ്. പിന്നെ ഒരു ഷാർപ്പ്നറും ഇറേസറും വാങ്ങിച്ച്. പിന്നെ ഈ ഇറേസർ എന്ന് പറഞ്ഞാൽ ഇരിക്കണ ഒരു സ്നിക്കേഴ്സ് പോലെ ഇരിക്കണ ഒരു ഇറേസറാണ് കേട്ടോ. അത് സ്മെല്ല് ചോക്ലേറ്റ് പോലെ തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ ടെക്സ്ചറും ചോക്ലേറ്റ് പോലെ തന്നെയാണ്. അതിനകത്ത് ഇറേസറിന് ഇട്ടിട്ടുണ്ടായില്ലെങ്കിൽ സ്നിക്കേഴ്സാണെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരു പെൻസിലും പിന്നെ കുറച്ച് ബുക്സ് കവർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചത് ഞാനാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.